രാധേ കൃഷ്ണ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സുഹൃതികളായ എല്ലാ പുണ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം. 2026 ഏപ്രിൽ 13 അഥവാ മീനമാസം 30 തിങ്കളാഴ്ച, മീനമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയായ വരൂധിനി ഏകാദശിയാണല്ലോ. അപ്പോൾ ഈ വരൂധിനി ഏകാദശിയിൽ വരാഹരൂപത്തിൽ മഹാവിഷ്ണുവിനെ സ്മരിച്ചുകൊണ്ട് ആ വ്രതം അനുഷ്ഠിച്ച് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഏകാദശി ഒന്ന് സ്മരിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. വരൂധിനി ഏകാദശിയിൽ ഭഗവാന്റെ വരാഹ രൂപത്തിലുള്ള സ്മരണയാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 13 അധ്യായത്തിൽ ശ്ലോകം 18 വരാഹാവതാരം. ഇത്യവിധ്യായതോ നാസാ വിവരാത് സഹസാനക, വരാഹതോഗോ നിരകാത് അങ്കുഷ്ടപരിമാണക, സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹിരണ്യാക്ഷൻ എന്ന അസുരനിൽ നിന്നും ഭൂമിദേവിയെ വീണ്ടെടുക്കുവാനും അതുപോലെ ഹിരണ്യാക്ഷനെ നിഗ്രഹിക്കുവാനും വേണ്ടിയാണ് ബ്രഹ്മാവിൻ്റെ നാസികാദ്വാരത്തിൽ നിന്നും ചെറിയ പന്നിക്കുട്ടിയായി വന്ന് ആകാശം മുട്ടുന്ന വലിയ ഭീകരരൂപം ധരിച്ചത്. അല്ലേ, ഭരിക്കൂ, അഹം എന്നെ, വരാഹം എന്ന് പറയുമ്പോൾ എന്നെ ഭരിക്കൂ. വരാഹമൂർത്തിയായ ഭഗവാനെ സ്മരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ മാലിന്യങ്ങളാകുന്ന കാമവും ക്രോധവും ലോഭവും മോഹവും അസൂയയും കുശുമ്പും കുനിട്ടും തുടങ്ങിയ മാലിന്യങ്ങൾ നശിച്ച് അന്ധകരണ ശുദ്ധി വരുമ്പോൾ നമുക്ക് ഭഗവത് ഭക്തി വരുന്നു. അങ്ങനെ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുന്നു. ഭൂമി സംബന്ധമായ കാര്യങ്ങൾക്കും വരാഹാവതാരം വളരെ ശ്രേഷ്ഠമാണ്. നാരായണീയം ദശകം 13-ലും 12 ദശകം 12-ലും നമുക്ക് വരാഹാവതാരം കാണാൻ സാധിക്കും. സ്വയംഭുവോ മനുരഥോ ജനസർഗശീലോ ദൃഷ്ട്വാ മഹിം അസമയേ സലിലേ നിമഗ്നാം, സഷ്ടാരമാപശരണം ഭവദംഘ്രിസേവാ തുഷ്ടാശ്യം മുനിജനൈ സഹ സത്യലോകേ, കഷ്ടം പ്രജാസിതതിമയ്യവ നിർനിമഗ്നാം സ്ഥാനം സരോജഭവ കൽപ്പയ തൽപ്രജാനാം, ഇത്യേവമേഷ കഥിതോ മനുനാ സ്വയംഭൂ, അംബോരുഹാഷ തവ പാദയുഗം വ്യചിന്തേത്, ഹാ വിഭോ ജലമഹം ന പിബിംബം പുരസ്താത്, അദ്യാഭിമജ്ജതി മഹീ കിമഹം കരോമി, ഇത്തം തദംഘ്രിയുഗളം ശരണം യഥോസ്യ നാസാപുടാൽ സമഭവ ശിശുപോലരൂപി. അങ്ങനെ ബ്രഹ്മാവിൻ്റെ നാസികാദ്വാരത്തിൽ നിന്നും ചെറിയ പന്നിക്കുട്ടിയായി വന്ന് ആകാശം മുട്ട വളർന്ന വലിയ വരാഹാവതാര രൂപത്തിലുള്ള ആ ഭഗവാൻ നമ്മുടെ എല്ലാം അന്ധകരണത്തെ ശുദ്ധീകരിച്ച് ഭഗവത് ഭക്തരാക്കി മാറ്റി ജന്മം സഫലമാക്കി തീർക്കാനായിട്ട് ഈ വരൂധിനി ഏകാദശിയിലൂടെ സാധിക്കട്ടെ. വരൂധിനി ഏകാദശി തിഥി ആരംഭിക്കുന്നത് 2026 ഏപ്രിൽ 13 വെളുപ്പിന് 1:16 ആരംഭിച്ച് 2026 ഏപ്രിൽ 14 വെളുപ്പിന് 1:08 വരെയാണ് ഏകാദശി തിഥി ഉള്ളത്. വൈഷ്ണവ ഏകാദശി ആണ് 13. പിന്നെ ഭഗവാന്റെ അതിശ്രേഷ്ഠമായ ഏകാദശിയുടെ ഹരിവാസര സമയം, ഭഗവാനും ലക്ഷ്മി ദേവിയുടെയും സാന്നിധ്യം ഭൂമിയിൽ കൂടുതൽ പ്രകടമാകുന്ന സമയത്തെയാണ് നമ്മൾ ഹരിവാസരം എന്ന് പറയുന്നത്. 13 വൈകിട്ട് 7 മണിക്ക് ആരംഭിച്ച് 14 6:55 വരെയാണ് ഹരിവാസര സമയം. പിന്നീട് ഏകാദശിയുടെ പ്രാധാന്യമുള്ള സമയം പാരണയാണ്. അത് 14
6:54 ആരംഭിച്ച് രാവിലെ 6:54 ആരംഭിച്ച് 10 മണി 20 മിനിറ്റ് വരെയുള്ള സമയത്തിനുള്ളിൽ പതിവായി കഴിക്കുന്ന തുളസി തീർത്ഥത്തിനോടൊപ്പം അവലോ മലരോ ഉണക്കലരിയോ ഒക്കെ ഇട്ട് ഭഗവാനെ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഒക്കെ ചെയ്ത തെറ്റുകൾക്ക് പൊറുക്കേണമേ. കലിയുഗമാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഒക്കെ ചിലപ്പോൾ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒക്കെ തെറ്റുകൾ വന്നിട്ടുണ്ടാവാം. അതൊക്കെ തിരുത്തി നമ്മളെ അനുഗ്രഹിക്കണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ച് വ്രതം ഭഗവാന്റെ തൃച്ചേവടികളിൽ സമർപ്പിക്കാം. അതാണ് പാരണം അല്ലേ. അപ്പോൾ ഈ വരൂധിനി ഏകാദശിയുടെ പുണ്യം എത്രയെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. ഭഗവാന്റെ അസിസ്റ്റൻ്റായിട്ട് കണക്ക് എഴുത്തുപിള്ളയായിട്ടിരിക്കുന്ന ആളാണ് ചിത്രഗുപ്തൻ അല്ലേ. നമ്മൾ ചെയ്ത ഓരോ പുണ്യത്തിനും അല്ലെങ്കിൽ ഓരോ പാപത്തിൻ്റെയും ഒക്കെ ഡയറിയിൽ കുറിക്കുന്ന ആളാണ്. പക്ഷേ ആ ചിത്രഗുപ്തന് പോലും വരൂധിനി ഏകാദശിയുടെ പുണ്യം ഇത്രയെന്ന് എഴുതി പൂർണ്ണമാക്കാൻ സാധിക്കില്ല. അത്രയ്ക്ക് മഹത്വമാണ് ഈ വരൂധിനി ഏകാദശി അനുഷ്ഠിക്കുന്നതിലൂടെ 10,000 വർഷം തപസ് ചെയ്തതിന് തുല്യമാണ് ഈ വരൂധിനി ഏകാദശിയുടെ അനുഷ്ഠാനത്തിൻ്റെ വ്രതത്തിൻ്റെ ഫലം. എന്നും സുഖം, ശാന്തി, സമാധാനം, അതുപോലെ പാപശാന്തി വരുമ്പോൾ സൗഭാഗ്യങ്ങൾ. ഇത് മാന്ധാതാവ്, ദന്തുകുമാരൻ തുടങ്ങിയവരൊക്കെ ഈ വരൂധിനി ഏകാദശിയിലൂടെ മോക്ഷത്തെ പ്രാപിച്ചവരാണ്. ഇഹത്തിലും പരത്തിലും എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ നമുക്ക് തരുന്നു. പാപം കുറയുന്നു. അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്ത പാപമെല്ലാം കുറച്ച് നമ്മുടെ പുണ്യം വർദ്ധിക്കുന്നു. പുണ്യം വർദ്ധിക്കുമ്പോഴെന്താ? പുണ്യം വർദ്ധിക്കുന്നതിൻ്റെ ഫലമായിട്ട് പുണ്യസ്ഥലങ്ങൾ, പുണ്യക്ഷേത്രങ്ങൾ, അതുപോലെ പുണ്യാത്മാക്കളെ കാണാൻ സാധിക്കുക, അവരോടൊപ്പം സത്സംഗം ചെയ്യാൻ സാധിക്കുക അല്ലേ. തുലയാമലവേനാഭി ന സ്വർഗം ന പുനർഭവം ഭഗവത് സംഖ്യസംഖ്യസ്യാമത്യാനാങ്കിമിതാശിഷ. ചക്രവർത്തി പദത്തെക്കാളിലും മോക്ഷത്തെക്കാളുമൊക്കെ എത്രയോ മേലെയാണ് സജ്ജനങ്ങളുമായിട്ട് കുറച്ചു നേരം കിട്ടുന്നതായ നിമിഷങ്ങൾ എന്ന ഭാഗവതത്തിൽ ഭഗവാന്റെ വാക്കുകൾ വളരെ വിശേഷം. അതേസമയത്ത് ചിലയിടത്ത് 3-4 പ്രാവശ്യം ആവർത്തിക്കുന്നു. അത്ര മഹത്വമാണ്. കുറച്ച് നിമിഷങ്ങളാണെങ്കിലും സജ്ജനങ്ങളോട് മഹാത്മാക്കളുമായിട്ടുള്ള ആ സംസർഗത്തിൻ്റെ മഹത്വം. അങ്ങനെ പുണ്യം വർദ്ധിച്ചു കഴിയുമ്പോൾ പുണ്യസ്ഥലങ്ങളും പുണ്യക്ഷേത്രങ്ങളും അതുപോലെ മഹാത്മാക്കളെയും പുണ്യനദികളെയും ആ പുണ്യനദികളിൽ സ്നാനം ചെയ്യുവാനും ഒക്കെ നമുക്ക് സാധിക്കുന്നു. അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ മാത്രം കിട്ടുന്ന ഒന്നല്ല മോക്ഷം. ഈ ശരീരം ഇരിക്കുമ്പോൾ തന്നെ ശാന്തവും സമാധാനവുമായി ഭഗവത് സ്മരണയോടെ ഇരിക്കാൻ കഴിയുക. അതും ആ നിരന്തരമായ സ്മരണയിലൂടെ നമുക്ക് മനസ്സ് ആ പരമമായ സത്യത്തെ, പരമമായ ലക്ഷ്യം ഏകലക്ഷ്യമാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും എന്ന് ഓർമ്മിപ്പിക്കുന്നു. അത്ര മഹത്വമുള്ളതാണ് വരൂധിനി ഏകാദശി. ഇപ്പോൾ പലതരത്തിലുള്ള ദാനങ്ങളുണ്ട് അല്ലേ. കടുക് ദാനം ചെയ്യും, സ്വർണം, ഭൂമി, പശു. അതുപോലെ വളരെ ശ്രേഷ്ഠമാണ് അന്നദാനം. എന്നാൽ അന്നദാനത്തെക്കാട്ടിൽ ശ്രേഷ്ഠമാണ് വിദ്യാദനം അല്ലേ. വിദ്യാദനം കൊണ്ടുപോകില്ല ചോരന്മാർ, കൊടുക്കും തോറും ഏറിടും മേന്മ നൽകും, മരിച്ചാലും വിദ്യാദനം സർവ്വധനാൽ പ്രധാനം. അപ്പോൾ വരൂധിനി ഏകാദശിയിലൂടെ വിദ്യാദാനത്തിൻ്റെ ഫലവും ലഭിക്കുമെന്ന് പത്മപുരാണത്തിൽ പറയുന്നത് നമുക്ക് ഈ അവസരത്തിൽ ഓർക്കാം. അതുപോലെ പലരും ചോദിച്ചു വൈശാഖ മാസം ആരംഭിക്കുന്നത് എന്നാണ്. 2026 ഏപ്രിൽ 18 അഥവാ മേടം 5-ാം തീയതി ആരംഭിച്ച് മെയ് 16 വരെ അഥവാ ഇടവം 2 വരെയാണ് വൈശാഖ മാസം ഉള്ളത്. അതുപോലെ വളരെ പ്രധാനപ്പെട്ടാണ് വൈശാഖത്തിൽ ശ്രീശങ്കര ജയന്തി. അത് ഏപ്രിൽ 21 അഥവാ മേടം 8-ാം തീയതിയാണ്. പിന്നെ അക്ഷയ തൃതീയ, അതുപോലെ അക്ഷയ തൃതീയാണ് ബലരാമ ജയന്തിയായിട്ട്. അതുപോലെ നരസിംഹ ജയന്തി. ഒരുപാട് പുണ്യം നിറഞ്ഞ ഒരു മാസമാണ് വൈശാഖ മാസം. എല്ലാവർക്കും അത് വേണ്ടവണ്ണം അനുഷ്ഠിക്കാൻ സാധിക്കട്ടെ. പ്രകൃതി എപ്പോഴും കാലത്തിനനുസരിച്ച് സഞ്ചരിക്കുന്നു. പലരും ചോദിച്ചു കണിക്കൊന്നയൊക്കെ നേരത്തെ പൂത്തല്ലോ, വിഷുവിന് ഉണ്ടാവുമോ കണിക്കൊന്ന പൂവ് എല്ലാം പൊഴിഞ്ഞു പോവില്ലേ എന്നൊക്കെ. പ്രകൃതി എപ്പോഴും കാലത്തിനനുസരിച്ചാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ വിഷുവൽ ബിന്ദുവിൽ സൂര്യഗതി പ്രാപിക്കുമ്പോഴാണ് വിഷു എന്ന നാമധേയം. ഏതായാലും നമുക്ക് വരൂധിനി ഏകാദശിയുടെ വ്രതകഥ, ഓരോ ഏകാദശിക്കും വ്രതകഥ പറയുന്നത് അത് ശ്രദ്ധയോടും ഭക്തിയോടും കൂടി കഥ കേൾക്കുക. അതുപോലെ പാരണ വിടുന്ന സമയത്ത് ഒന്നുകൂടെ അത് സ്മരിക്കുക. താല്പര്യമുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ വാജപേയ യജ്ഞത്തിൻ്റെ ഫലം കിട്ടുമെന്ന്
പുരാണങ്ങളിൽ പറഞ്ഞത് ഈ അവസരത്തിൽ ഓർത്തുകൊണ്ട് ആ വ്രതകഥയിലേക്ക് പ്രവേശിക്കാം. മാന്ധാത രാജാവിനെ കുറിച്ച് ഇതിന് നമ്മൾ അദ്ദേഹത്തിൻ്റെ ജന്മമൊക്കെ സ്മരിച്ചിട്ടുണ്ട്. ആ മാന്ധാത രാജാവ് നർമ്മദാ നദീതീരത്തിൽ അങ്ങനെ കഴിയുന്ന കാലം ഒരിക്കൽ അദ്ദേഹം തപസ്സിനായിട്ട് വനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ്. വളരെ ധർമ്മിഷ്ഠനാണ്, ദാനശീലനാണ്, പരമഭക്തനുമാണ്. അങ്ങനെ തീവ്രേണ ഭക്തിയോഗേന മനോമയ്യർപ്പിതം സ്ഥിരം എല്ലാം മറന്ന്, അതായത് പരിസരബോധം മറന്ന്, ശരീരബോധം മറന്ന് ഭഗവത് സ്മരണയിൽ ധ്യാനനിരതനായി കാട്ടിലങ്ങനെ ഇരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കാലിൽ ഒരു കാട്ടുകരടി വന്ന് പിടിച്ച് കടിക്കുകയും അദ്ദേഹനെ പലതരത്തിൽ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ധ്യാനത്തിൽ നിന്ന് അദ്ദേഹം ഉണർന്നില്ല, അത്ര തീവ്രതയായിരുന്നു. പക്ഷേ കുറേ ആരായാലും ഇല്ലേ, വേദന സഹിക്കാൻ വയ്യാതായപ്പോൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ കാട്ടുകരടി തൻ്റെ കാല് കടിച്ചു പറിക്കുന്നതാണ് കണ്ടത്. വളരെയധികം വേദനയോടുകൂടി ഭഗവാനെ സ്മരിക്കുകയാണ്. അപ്പോൾ ഭഗവാന്റെ ദർശനം കിട്ടുന്നു. ഭഗവാൻ പറഞ്ഞു, സാരമില്ല, എത്രയും വേഗം നീ മധുരയിലേക്ക് പോവുക. മധുരയിലെത്തി ഇവിടെ വന്ന് വരാഹരൂപത്തിൽ എന്നെ സ്മരിച്ച് മീനമാസത്തിലെ കർത്തപക്ഷത്തിലെ വരൂധിനി ഏകാദശി വ്രതം ശ്രദ്ധയോടും ഭക്തിയോടും കൂടി അനുഷ്ഠിക്കുക. രാത്രി ജാഗരണം, നാമജപം, ഭജന എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഭഗവാന്റെ ആജ്ഞ ശിരസാ വഹിച്ച് മാന്ധാത രാജാവ് ഇതാ വയ്യാത്ത കാലുമായി വളരെ ബുദ്ധിമുട്ടി. ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളില്ല എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ ഇത്രയൊക്കെ യാത്രാ സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും എത്രയെത്ര ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുക. പക്ഷേ ആ മധുരാപട്ടണത്തിൻ്റെ മാഹാത്മ്യം ഓർക്കുമ്പോൾ, ഭഗവാന്റെ ജന്മഭൂമിയുടെ മഹത്വം ഓർക്കുമ്പോൾ എത്ര കഷ്ടപ്പാടും ബുദ്ധിമുട്ടും സഹിച്ച് മനുഷ്യജന്മം സഫലമാകുന്നത് ഇങ്ങനെയുള്ള പുണ്യസങ്കേതങ്ങളിൽ എത്തുമ്പോഴാണല്ലോ, അല്ലേ? അപ്പോൾ ഏതായാലും ആ ഭഗവാന്റെ ആജ്ഞ ശിരസാ വഹിച്ച് മധുരാപട്ടണത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ഭഗവാന്റെ ജന്മഭൂമിയിൽ കാലുകുത്തി അദ്ദേഹം ഭഗവാൻ പറഞ്ഞതുപോലെ അവിടെ അങ്ങനെ നാമജപവും ഭജനയും അതുപോലെ കഴിയുമ്പോൾ വരോധിനി ഏകാദശി വരുന്നു. അത് ശ്രദ്ധയോടും ഭക്തിയോടും കൂടി അനുഷ്ഠിച്ച് പതുക്കെ അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ വേദനയൊക്കെ കുറയുന്നു. തിരിച്ച് അദ്ദേഹത്തിന് ഈ അനുഭവം മധുരയിലെ ഭഗവാന്റെ ജന്മഭൂമിയിൽ എത്തിയപ്പോൾ ഉണ്ടായ സന്തോഷം പങ്കുവെക്കാനായി അദ്ദേഹം പിന്നീട് കുടുംബസമേതം വീണ്ടും മധുരയിൽ എത്തിച്ചേരുകയും എല്ലാവരും കൂടി ജന്മഭൂമി ദർശനവും പിന്നീട് അവിടെ നിന്നും ഭഗവാനെ മധുരയിൽ നിന്നും കംസനെ ഭയന്ന് ഇതാ ഗോകുലത്തിലേക്ക് മാറ്റുമല്ലോ, അമ്പാടിയിലേക്ക് നന്ദഗോപ ഭവനത്തിലേക്ക് മാറ്റുമല്ലോ. അങ്ങനെ നന്ദഗോപ ഭവനത്തിലും ഭഗവാൻ ഓടിക്കളിച്ച മണ്ണ് ഭഗവാന്റെ അമ്പാടി രമൺ തേരി അല്ലേ, രമൺ തേത്തി അതിലും അതുപോലെ ബ്രഹ്മാണ്ഡഘട്ടും ഗോവർദ്ധന പർവ്വതത്തിൻ്റെ പരിക്രമണവും മാനസീഗംഗ, ശ്യാമകുണ്ട്, രാധാകുണ്ട് ഇതിലൊക്കെ സ്നാനം ചെയ്ത് വേണ്ടവണ്ണം അതുപോലെ ഭഗവാന്റെ വൃന്ദാവനത്തിലെ നിധി എന്ന് പറയുന്ന നിധിവനം, നിത്യരാസം നടക്കുന്ന അവിടെയെല്ലാം ദർശിച്ച് ആ പുണ്യമൊക്കെ ആർജിച്ച് ധാരാളം പുണ്യം സമ്പാദിച്ചത് കൊണ്ടാണല്ലോ അവിടെയൊക്കെ അദ്ദേഹത്തിന് എത്തിച്ചേരാൻ. കാരണം ദാനശീലന്, ധർമ്മിഷ്ഠന്, ഭക്തനെന്നൊക്കെ നമ്മൾ സ്മരിച്ചു. അദ്ദേഹത്തിന് അതെല്ലാം സാധിച്ച് ഒടുവിൽ ഇഹത്തിലും വരത്തിലും എല്ലാ സുഖങ്ങളും അനുഭവിച്ച് പിന്നെ മോക്ഷത്തെ പ്രാപിച്ചു എന്നാണ് വ്രതകഥ. അങ്ങനെ എല്ലാവർക്കും പുണ്യം അനുഭവിക്കുവാൻ സാധിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ വാക്കുകളും പിന്നെ ഗുരുവായൂരപ്പൻ്റെ തൃച്ചേവടികളിൽ തുളസി പൂക്കളായി സമർപ്പിച്ച് എല്ലാവരും ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 13-ാം അധ്യായത്തിലെ വരാഹാവതാരം, അതുപോലെ ശ്രീമദ് നാരായണീയത്തിലെ ദശകം 12 വരാഹാവതാരവും എല്ലാവർക്കും വായിക്കുവാനും ഭഗവാന്റെ അനുഗ്രഹം നേടുവാനും അവരവരുടെ പ്രായം, ആരോഗ്യം, സാഹചര്യം അനുസരിച്ച് വ്രതമനുഷ്ഠിച്ച് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതിയ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. രാധേ കൃഷ്ണ, രാധേ രാധേ.